വണ്ടിപ്പെരിയാർ അറണക്കൽ ഹില്ലാഷ് മേഖലകളിൽ വീണ്ടും വന്യമൃഗ ആക്രമണം. ഒരു പശു ചത്തു, മറ്റൊന്ന് ഗുരുതരാവസ്ഥയിൽ. സ്ഥലത്ത് വീണ്ടും ക്യാമ്പ് ഉറപ്പിച്ച് വനം വകുപ്പ്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആരോഗ്യ സംരക്ഷണം അത് നാളെയുടെ വലിയ മുതൽക്കൂട്ടാണ്. ഇന്നത്തെ ജീവിതശൈലിയും ഭക്ഷണ രീതികളും കാരണം പ്രമേഹം ഉൾപ്പെടെ നിരവധി രോഗങ്ങൾ നമ്മുടെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രോഗങ്ങളെ ഫലപ്രദമായി നേരിടാൻ വിദഗ്ധരുടെ പരിചരണവും കൃത്യമായ ചികിത്സയും അനിവാര്യമാണ്. കുമളിയിൽ പ്രവർത്തിക്കുന്ന MKM പോളിക്ലിനിക് ആൻഡ് ഡയബറ്റീസ് സെന്റർ നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി സമർപ്പിതരായ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഒരുക്കിയിരിക്കുന്നു. പ്രമേഹം അഥവാ ഡയബറ്റീസ് പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും പ്രധാന കാരണമായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പരിചയസമ്പന്നരായ ഡയബറ്റോളജിസ്റ്റിന്റെ പ്രത്യേക സേവനം ലഭ്യമാണ്. ഉള്ളിലെ അസുഖങ്ങളോ ശരീരവേദനകളോ ആരോഗ്യ സംബന്ധമായ ഏത് പ്രശ്നങ്ങളായാലും കൃത്യമായി കണ്ടെത്തി ചികിത്സിക്കാൻ വിദഗ്ധനായ ഫിസിഷ്യന്റെ സേവനം ഇവിടെ ലഭ്യമാകുന്നു. കൂടാതെ ജനറൽ OP, എക്സ്റേ, സ്കാനിംഗ് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സമഗ്ര ചികിത്സാ സേവനങ്ങളാണ് MKM പോളിക്ലിനിക് ആൻഡ് ഡയബറ്റീസ് സെന്റർ ഒരുക്കിയിരിക്കുന്നത്. ഹോളിഡേ ഹോമിന് സമീപം കുമളിയിലാണ് MKM പോളിക്ലിനിക് ആൻഡ് ഡയബറ്റീസ് സെന്റർ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഓരോ ചുവടിലും ഞങ്ങളുണ്ടാകും നിങ്ങളോടൊപ്പം. MKM പോളിക്ലിനിക് ആൻഡ് ഡയബറ്റീസ് സെന്റർ, കുമളി. പുലിയെ പിടിച്ച ശേഷം വീണ്ടും വന്യമൃഗ ആക്രമണം തുടർകഥയാവുകയാണ് വണ്ടിപ്പെരിയാർ ഗ്രാമ്പി ഹില്ലാഷ് മേഖലകളിൽ. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ നിന്നും 5 വയസ്സുള്ള ആൺപുലിയെ കൂട് സ്ഥാപിച്ച് വനം വകുപ്പ് പിടികൂടിയത്. ഇതേസമയം മൂന്നാറിൽ നിന്നും തുറന്നുവിട്ട കടുവ ഈ മേഖലയിൽ തന്നെ കറങ്ങിയിരുന്നതായാണ് വനം വകുപ്പ് തന്നെ കണ്ടെത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം വരെ വന്യമൃഗ ആക്രമണം ഉണ്ടായത് ആ പുലി കാരണമാണ് എന്ന് കരുതിയിരുന്നതിനിടയിലാണ് വീണ്ടും ഈ പ്രദേശത്ത് ഉൾപ്പെട്ട ഹില്ലാഷ് മേഖലയിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇതോടൊപ്പം തന്നെ ഒരു പശുവിനെ പരുക്കുകളോടെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പാൽരാജ് എന്നയാളുടെ വളർത്തു പശുവാണ് വന്യമൃഗ ആക്രമണത്തിൽ ചത്തത്. അയ്യപ്പൻ എന്നയാളുടെ പശു പരുക്കുകളോടെ വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. രാവിലെ എസ്റ്റേറ്റ് ജോലിക്ക് പോയ തൊഴിലാളികളാണ് ഇത് കാണുന്നത്. തുടർന്ന് വനം വകുപ്പിൽ വിവരമറിയിച്ചത് അനുസരിച്ച് ഇവർ സ്ഥലത്തെത്തി പരിശോധിക്കുകയും പ്രദേശത്ത് കൂടും അതോടൊപ്പം തന്നെ ക്യാമറയും സ്ഥാപിക്കാനുള്ള നടപടികൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വന അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അരണക്കൽ, ഗ്രാമ്പി, ഹില്ലാഷ് തുടങ്ങിയ പ്രദേശത്തെ ജനങ്ങൾ ഇനിയും ഭീതിയോടെ തന്നെ കഴിയേണ്ട അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.